നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 28-ാം തീയതി, 1200-ാം ആണ്ട് മേടമാസം 15-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഭരണി നക്ഷത്രമാണ്. ആഴ്ചയൊക്കെ നല്ല ദിവസമാണ് തിങ്കളാഴ്ച, പക്ഷേ നക്ഷത്രം നല്ലതല്ല. ഭരണി ശുഭനക്ഷത്രത്തിൽപ്പെടുന്നതല്ല. അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് നക്ഷത്രപ്രകാരം ഇന്നത്ര നല്ലതല്ല. അപ്പോൾ ഇന്ന് ദിവസം കൊള്ളാം, നക്ഷത്രം പോരാ. അപ്പോൾ നമുക്ക് ഒരു 50-50 ഫലത്തെ കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ 50% ഗുണവും 50% ദോഷവുമായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഇന്ന് ചെയ്യാവൂ, അല്ലെങ്കിൽ മാറ്റിവെക്കണം. കാരണം അത്ര കണ്ട് ശുഭപ്രദമായ ഒരു ദിവസമല്ല ഇന്ന്. അതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട കാര്യമാണെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ അത് മാറ്റിവെക്കുക. ഭരണി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, അതായത് മേടമാസത്തിലെ ഭരണി നക്ഷത്രം, പക്ഷെ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. ഒന്ന് മേടമാസം, മറ്റൊന്ന് തിങ്കളാഴ്ച. തിങ്കളെന്ന് പറയുമ്പോൾ ചന്ദ്രൻ ജലകാരകനാണ്. ജലം എന്ന് പറയുമ്പോൾ കടൽ കടന്ന് പോവാൻ സഹായിക്കുന്ന ഗ്രഹമാണ്. വീടിന് സഹായിക്കുന്ന ഗ്രഹമാണ്. വീട് വയ്ക്കാനോ വീട് വാങ്ങാനോ വസ്തു മേടിക്കാനോ ഒക്കെ സഹായിക്കും. അതേപോലെ തന്നെ വാഹനം വാങ്ങാൻ അനുകൂലപ്രദമായ സമയമാണ്. മറ്റ് സന്തോഷപ്രദമായ മനകാരകനും കൂടിയാണ് ചന്ദ്രൻ. അങ്ങനെ വളരെ സ്വസ്ഥത നമുക്ക് നേടിത്തരുന്ന, സന്തോഷത്തെ തരുന്ന, ഐശ്വര്യത്തെ തരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്നറിയുക. അതുപോലെ നമുക്ക് ഇന്നത്തെ ദിവസം വളരെ ദോഷപ്രദമല്ല, മീഡിയം സമയ ദിവസമാണ്. എങ്കിൽ പോലും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 7:44 തൊട്ട് 9:17 വരെയാണ് രാഹുകാല സമയം. ഈ സമയം യാത്രാദി കാര്യങ്ങൾക്ക് ഒന്നുകിൽ 9:44, 7:44 മുമ്പോ 9:17 ശേഷമോ യാത്ര തിരിക്കുക, പ്രത്യേകിച്ച് ശുഭയാത്രയ്ക്ക്. ചിലർ തന്നെ ചോദിക്കാറുണ്ട്, അയ്യോ ഞാനിങ്ങനെ ഓരോ കാര്യത്തിന് രാവിലെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാഹു വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒന്നും നോക്കണ്ട, രാഹുവിനൊന്നും അപ്പോഴൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. യാത്ര തുടങ്ങുന്ന സമയത്ത് മാത്രമേ ബാധകമുള്ളൂ. അല്ലാതെ നമ്മൾ വഴി വെച്ച് വരുന്ന ഗ്രഹത്തിന് ഒന്നും ബാധകമല്ല. നമുക്ക് വണ്ടിയൊന്നും ഒതുക്കിയിട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് ഒട്ടും കൊള്ളാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാലവും ഗുളികകാല സമയം. ഈ സമയത്ത് ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. അതിൽ ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 1:55 തൊട്ട് 3:27 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 10:49 തൊട്ട് 12:22 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അഭിജിത്ത് മുഹൂർത്തം ഇന്ന് ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം 11:58 തൊട്ട് 12:46 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അഭിജിത്തിനുള്ള പ്രത്യേകത, നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും, മറ്റ് മുഹൂർത്തങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണം, നമ്മൾ വീട്ടിലായാലും ശരി, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. പ്രപഞ്ചത്തിൽ നിന്ന് ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ വേണ്ടി വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. വെളുത്ത കളറോ പേളിൻ്റെ കളറോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഷർട്ടായിട്ടോ പാൻറ്റായിട്ടോ അല്ലെങ്കിൽ ചുരിദാറായിട്ടോ ബ്ലൗസായിട്ടോ ഒന്ന് കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. ഇത് നിങ്ങളിലേക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാനും സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.